ഹലോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ചെസ്സ് അല്ലെങ്കിൽ ചതുരംഗം എന്ന ഗെയിമിനെ പറ്റിയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ കളിയെപ്പറ്റി അറിവുള്ളവരാണ്. അതുപോലെ വളരെ പ്രസിദ്ധവുമാണ്. ഇന്ന് നമ്മൾ ഈ കളിയുടെ ചരിത്രം, ഇന്റർനാഷണൽ ലെവലിൽ ഇത് എങ്ങനെ കളിക്കുന്നു, GM, IM നോംസ് എന്നാൽ എന്താണ്, അത് ലഭിക്കാൻ വേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്, ഓപ്പണിംഗ് ഗെയിം, മിഡിൽ ഗെയിം, എൻഡ് ഗെയിം എന്നാൽ എന്ത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇനി ഇതിന്റെ ചരിത്രം നോക്കിയാൽ ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലാണ് ചെസ്സ് അല്ലെങ്കിൽ ചതുരംഗം രൂപം കൊണ്ടത്. ചതുരംഗം എന്നാൽ 4 വിഭാഗങ്ങളുള്ള സൈന്യം എന്നാണ് അർത്ഥം. അവ യഥാക്രമം ആന അല്ലെങ്കിൽ ബിഷപ്പ്, കുതിര അല്ലെങ്കിൽ നൈറ്റ്, രഥം അല്ലെങ്കിൽ റൂക്ക്, പടയാളികൾ ഇൻഫൻട്രി അല്ലെങ്കിൽ പോൺ എന്നിവയാണ്. ഈ 4 വിഭാഗങ്ങൾ ചേർന്ന് രാജാവിന്റെ സൈന്യം പ്രതിനിധീകരിക്കുന്നു. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നും പേർഷ്യയിലേക്ക്, ഇന്നത്തെ ഇറാൻ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് വ്യാപിച്ചു. അവിടെ അത് ഷത്റഞ്ച് എന്ന പേരിൽ അറിയപ്പെട്ടു. 8-ാം നൂറ്റാണ്ടിൽ പിന്നീട് അവിടെ നിന്നും അറബ് ലോകത്തേക്കും 10-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്കും പടർന്നു. യൂറോപ്പിലെത്തിയപ്പോൾ ചതുരംഗത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തപ്പെട്ടു. ഇന്നത്തെ ആധുനിക ചെസ്സ് 15-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ രൂപം കൊണ്ടു. 19-ാം നൂറ്റാണ്ടിൽ ചെസ് ടൂർണമെന്റുകൾ ആരംഭിച്ചു. 1924-ൽ ചെസ്സിന്റെ ലോക സംഘടനയായ ഫിഡെ രൂപീകരിക്കപ്പെട്ടു. ഇന്ന് ചെസ്സ് ലോകമെമ്പാടും വ്യാപകമായി കളിക്കപ്പെടുന്നു. ചെസ്സ് ഒരു കായിക വിനോദം അല്ലെങ്കിൽ സ്പോർട്ട് മാത്രമല്ല, ബുദ്ധി പരിശീലനത്തിന്റെ ഭാഗം, ഇന്റലക്ച്വൽ ട്രെയിനിങ്, കല, ആർട്ട്, ശാസ്ത്രം, സയൻസ് എന്നെല്ലാം ചേർന്നതായി കരുതപ്പെടുന്നു. ചെസ്സ് കളിക്കുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു, പ്രശ്ന പരിഹാര ശേഷി വളർത്തുന്നു, യുക്തിശേഷിയും ചിന്താശേഷിയും വികസിപ്പിക്കുന്നു, മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്നു, വിജയത്തെയും പരാജയത്തെയും മനസ്സിലാക്കാനും കായിക മനോഭാവം വളർത്താനും സഹായിക്കുന്നു മുതലായവ ചെസ്സ് കളിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന മേന്മകളായി പറയാം. ചെസ്സ് കളിക്കാൻ ആവശ്യമായ ഘടകങ്ങളും അവ ഉപയോഗിച്ച് അത് കളിക്കുന്നത് എങ്ങനെയെന്നും നോക്കാം. ചതുരംഗത്തിൽ 64 കളങ്ങളുള്ള ഒരു ചതുരംഗ പലക അല്ലെങ്കിൽ ചെസ് ബോർഡ് ഉണ്ട്. ചതുരംഗ പലകയെ 8 ഫയലുകളും 8 റാങ്കുകളുമായി തിരിച്ചിരിക്കുന്നു. 8 ഫയലുകൾ A മുതൽ H വരെയുള്ള ലെറ്ററുകളാൽ സൂചിപ്പിക്കുന്നു. 8 റാങ്കുകൾ 1 മുതൽ 8 വരെയുള്ള അക്കങ്ങളാൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം 32 കരുക്കളും ഉണ്ടാകും. 16 ഡാർക്ക് നിറത്തിലുള്ള കരുക്കളും 16 ലൈറ്റ് നിറത്തിലുള്ള കരുക്കളും. 16 കരുക്കളിൽ 8 സൈനികർ, ഒരു രാജാവ്, ഒരു റാണി, 2 തേരുകൾ, 2 കുതിരകൾ, 2 ആനകൾ എന്നിവയാണ് ഉള്ളത്. ഇനി കരുക്കൾ ഒരുക്കുന്ന വിധം നോക്കാം. മുന്നിലെ വരിയിൽ 8 പടയാളികൾ, പുറകിലത്തെ വരിയിൽ രണ്ടറ്റത്തും തേര്, അതിനടുത്ത് കുതിര, പിന്നെ ആന, ഇടത്തുനിന്നും ആദ്യം റാണി, പിന്നെ രാജാവ് എന്നിങ്ങനെയാണ്. ഓർക്കുക, റാണി എപ്പോഴും കരുവിന്റെ നിറം ഏതാണോ ആ നിറത്തിലുള്ള ചതുരത്തിലായിരിക്കും ചതുരംഗ പലക സെറ്റ് ചെയ്യുമ്പോൾ ഒരുക്കേണ്ടത്. ഇനി ഓരോ കരുക്കളുടെയും നീക്കം എങ്ങനെയെല്ലാമാണെന്ന് ഒരു ചതുരംഗ പലകയുടെ സഹായത്തോടെ നോക്കാം. സൈനികൻ. ആദ്യ നീക്കത്തിൽ 1-2 ചുവടുകൾ നീങ്ങാം. സൈനികൻ മുന്നോട്ട് മാത്രം നീങ്ങുന്നു. അവസാന വരിയിൽ നീങ്ങിയെത്തിയാൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ കളിക്കാരന് അതിനെ ക്യൂൻ, റൂക്ക്, ബിഷപ്പ്, നൈറ്റ് ഇതിലേതെങ്കിലും ഒന്നായി തിരഞ്ഞെടുക്കാം. സാധാരണ എല്ലാവരും ക്യൂൻ ആയി ആണ് തിരഞ്ഞെടുക്കാറ്. എന്നാൽ കളിയുടെ ആവശ്യകത അനുസരിച്ച് മറ്റവ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓർക്കുക, സൈനികർ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കുന്നില്ല. അടുത്തത് തേര് അല്ലെങ്കിൽ റൂക്ക്. ഇവ നേരെ മാത്രം സഞ്ചരിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും ചെസ് ബോർഡിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് യഥേഷ്ടം സഞ്ചരിക്കാവുന്നതാണ്. ആന അല്ലെങ്കിൽ ബിഷപ്പ് ഡയഗണൽ ആയി മാത്രം മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കുന്നു. ഇവിടെ കളി ആരംഭിക്കുമ്പോൾ ഏത് നിറത്തിലാണോ ആനകൾ ഉള്ളത് അത് ആ നിറത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കുതിര അല്ലെങ്കിൽ നൈറ്റ്. ഇവ ലെറ്റർ L എന്ന ആകൃതിയിൽ സഞ്ചരിക്കുന്നു. മറ്റ് കരുക്കൾക്ക് മുകളിലൂടെ ചാടി നീങ്ങാം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. റാണി അല്ലെങ്കിൽ ക്യൂൻ. ഏത് ദിശയിലേക്കും നീങ്ങാം, നേരെയും ക്രോസായും. എന്നാൽ L ഷേപ്പിൽ നീങ്ങാൻ സാധ്യമല്ല. റാണി മറ്റു കരുക്കളെ അപേക്ഷിച്ച് വളരെ ശക്തിശാലിയായ ഒരു കരുവാണ്.
എതിരാളിക്ക് തന്റെ റാണി നഷ്ടപ്പെട്ടു എങ്കിൽ ആ കളി ജയിക്കാനുള്ള സാധ്യതയും കുറഞ്ഞതായി കരുതപ്പെടുന്നു. രാജാവ് ഏതു ദിശയിലേക്കും ഒരു ചുവട് മാത്രം നീങ്ങുന്നു. കളിയിൽ അവസാന ഘട്ടത്തിൽ രാജാവിനെ ഒരു ആക്റ്റീവ് കരു പോലെ കണക്കാക്കി ചതുരംഗ പലകയുടെ എതിർദിശയിലേക്ക് നീക്കി മറ്റു കരുക്കൾക്ക് ഒരു താങ്ങായി ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ ഉള്ള രണ്ടു പ്രത്യേക നിയമങ്ങളാണ് കാസ്ലിംഗ് ആൻഡ് എൻപാസന്റ്. അവ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. കാസ്ലിംഗ് എന്നാൽ രാജാവിനെയും തേരിനെയും ഒരുമിച്ച് അന്യോന്യം മാറ്റിവെക്കുന്നതിനെ കാസ്ലിംഗ് എന്ന് പറയുന്നു. ഇത് ക്യൂൻ സൈഡും കിങ് സൈഡും ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് ഈ ചെസ് ബോർഡിന്റെ സഹായത്തോടെ നോക്കാം. അടുത്തത് എൻപസെന്റ്. ഇത് ഒരു സൈനികൻ ക്രോസ് ആയി വെട്ടാൻ സാധിക്കുന്ന ഒരു തരം നീക്കമാണ്. ഇവിടെ സൈനികൻ ലൈറ്റ് നിറത്തിലുള്ള സൈനികനാണെങ്കിൽ 5-ാം റാങ്കിൽ ആയിരിക്കലും ഡാർക്ക് നിറത്തിലുള്ള സൈനികൻ തന്റെ ആദ്യ നീക്കത്തിൽ 2 ചുവടുകൾ നീങ്ങിയാൽ ലൈറ്റ് നിറത്തിലുള്ള സൈനികൻ അതിനെ വെട്ടിമാറ്റി ഡാർക്ക് നിറത്തിലുള്ള കരുവിന്റെ ആദ്യ സ്ഥാനം സ്വീകരിക്കുന്നു. ഇതുപോലെ ഡാർക്ക് നിറത്തിലുള്ള സൈനികൻ 4-ാം റാങ്കിൽ എത്തി ലൈറ്റ് നിറത്തിലുള്ള സൈനികൻ ഇതുപോലെ നീങ്ങിയാൽ എൻപസന്റ് സംഭവിക്കുന്നു. ഇനി ഓരോ കരുക്കളും ഉപയോഗിച്ച് എതിരാളിയുടെ കരുക്കളെ വെട്ടിമാറ്റുന്നത് എങ്ങനെ എന്ന് നോക്കാം. സൈനികൻ തനിക്കെതിരെ വരുന്ന എതിരാളിയുടെ കരുക്കൾ ഏതായാലും ഡയഗണൽ ആയി തൊട്ട് നേരെ മുകളിൽ വരുന്നു എങ്കിൽ വെട്ടിമാറ്റാവുന്നതാണ്. തേര് അല്ലെങ്കിൽ റൂക്ക് തന്റെ സഞ്ചാരപാതയിൽ വരുന്ന എതിരാളിയുടെ ഏത് കരുക്കളെയും വെട്ടിമാറ്റാൻ തേരിനു സാധിക്കും. ഓർക്കുക, തേർ നേർപാതയിലൂടെ ഇടത്തോട്ടും വലത്തോട്ടും മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കുന്നു. ഇതുപോലെ ബിഷപ്പ്, നൈറ്റ്, ക്യൂൻ, കിങ് എന്നിവയ്ക്ക് തന്റെ സഞ്ചാരപാതയിലുള്ള എതിരാളികളുടെ ഏത് കരുക്കളെയും വെട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ തന്റെ കരുക്കളെ എതിരാളിയുടെ കരുവിൽ നിന്നും വെട്ടിയെടുക്കാതെ സംരക്ഷിക്കാൻ ഒരു സപ്പോർട്ടിംഗ് കരുവായും തന്റെ കരുക്കളെ ഒരാൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കളിയുടെ ലക്ഷ്യം എന്നത് എതിരാളിയെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. എതിരാളിയുടെ രാജാവിനെ എങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത വിധം മറ്റ് പീസസ് ഉപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ഇതിനെ ചെക്ക്മേറ്റ് എന്ന് പറയുന്നു. ഇന്റർനാഷണൽ കളിയിൽ ക്ലോക്ക് ഉപയോഗിച്ചാണ് കളിക്കുന്നത്. ആരാണോ അധികം സമയമെടുത്ത് ക്ലോക്കിലെ സമയം തീർക്കുന്നത് അങ്ങനെയും കളിയിൽ പരാജയം സംഭവിക്കാം. കളിയിലെ പ്രാധാന്യം അനുസരിച്ച് ഓരോ കരുക്കൾക്കും പോയിന്റ് തിട്ടപ്പെടുത്തിയിരിക്കുന്നു. രാജാവിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്. അത് അളക്കാനാവുന്നതല്ല. മറ്റു കരുക്കൾ യഥാക്രമം റാണി 9 പോയിന്റ്, തേര് അല്ലെങ്കിൽ റൂക്ക് 5 പോയിന്റ്, ആനയും കുതിരയും 3 പോയിന്റ് വീതവും പടയാളിക്ക് 1 പോയിന്റ് വീതവുമാണ് ഉള്ളത്. ELO റേറ്റിംഗ് എന്നൊരു സിസ്റ്റം ഉപയോഗിച്ചാണ് കളിക്കാരുടെ ശക്തി അളക്കുന്നത്. ഇത് അർപാട്ട് ELO എന്ന ഒരു പ്രൊഫസറാണ് രൂപപ്പെടുത്തി എടുത്തത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി അന്താരാഷ്ട്ര ചെസ്സിലെ അവയിലെ സമയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിക്കൽ ചെസ്, റാപ്പിഡ് ഗെയിം, ബ്ലിറ്റ്സ് ഗെയിം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അവ ഓരോന്നും എന്താണെന്ന് പരിശോധിക്കാം. ക്ലാസിക്കൽ ചെസ്സിൽ 90 മുതൽ 120 മിനിറ്റ് വരെ സമയം അനുവദിച്ചിരിക്കുന്നു. പലപ്പോഴും ഓരോ നീക്കത്തിനും 30 സെക്കൻഡ് എന്ന തോതിൽ അധിക സമയം അനുവദിക്കുന്നു. റാപ്പിഡ് ചെസ്സിൽ 10 മുതൽ 60 മിനിറ്റ് വരെ സമയം അനുവദിക്കുന്നു. ഇവിടെ ടൈം ഇൻക്രിമെന്റ് 10 സെക്കൻഡ് പെർ മൂവ് എന്ന തോതിൽ ലഭിക്കുന്നു. ബ്ലിറ്റ്സ് ചെസ്സിൽ കളിക്കുന്ന സമയം 3 മുതൽ 10 മിനിറ്റ് വരെയാണ്. ടൈം ഇൻക്രിമെന്റ് 2 മുതൽ 5 സെക്കൻഡ് വരെ ലഭിക്കുന്നു. ഇവ കൂടാതെ ബുള്ളറ്റ് ചെസ് എന്നൊരു വിഭാഗം കൂടെ ഉണ്ട്. അതിൽ 1 മുതൽ 3 മിനിറ്റ് വരെയാണ് ഗെയിം. ടൈം ഇൻക്രിമെന്റ് ആണെങ്കിൽ 1 മുതൽ 2 സെക്കൻഡ് വരെ നൽകപ്പെടുന്നു. ഇനി അന്താരാഷ്ട്ര ചെസ്സിലെ ബഹുമതി പദവികൾ, ടൈറ്റിൽസ് ഇൻ ചെസ് ഏതൊക്കെയാണെന്ന് നോക്കാം. FM എന്നാൽ ഫിഡെ മാസ്റ്റർ, IM ഇന്റർനാഷണൽ മാസ്റ്റർ, GM ഗ്രാൻഡ് മാസ്റ്റർ.
ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഏറ്റവും ഉയർന്ന പദവി. ഇതിനു പുറമെ കാൻഡിഡേറ്റ് മാസ്റ്റർ, CM, WGM, വുമൺ ഗ്രാൻഡ് മാസ്റ്റർ തുടങ്ങിയ മറ്റ് വിഭാഗങ്ങളും ഉണ്ട്. ഇനി ഇവയൊക്കെ നേടാൻ ആവശ്യമായ യെല്ലോ പോയിന്റ്സ് അല്ലെങ്കിൽ റേറ്റിംഗ് എത്രയാണെന്ന് നോക്കാം. കാൻഡിഡേറ്റ് മാസ്റ്റർ 2200 പോയിന്റ്സ്, ഫിഡെ മാസ്റ്റർ 2300 പോയിന്റ്സ്, ഇന്റർനാഷണൽ മാസ്റ്റർ IM 2400 പോയിന്റിന് മുകളിൽ, ഗ്രാൻഡ് മാസ്റ്റർ GM 2500 മുകളിൽ. ഇവിടെ നോം എന്നൊരു വാക്ക് നാം സാധാരണയായി ഉപയോഗിക്കുന്നു. നോം എന്നത് അംഗീകൃത അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെയാണ്. കുറഞ്ഞത് 9 ഗെയിം ഉൾപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ടൈറ്റിലുള്ള കളിക്കാരോടൊപ്പം കളിച്ചിരിക്കണം. ഇനി ഇന്റർനാഷണൽ മാസ്റ്റർ IM നോം ലഭിക്കാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഫിഡെ അംഗീകരിച്ച കളിക്കുന്ന ടൂർണമെന്റിൽ കാഴ്ചവെക്കുന്ന പെർഫോമൻസ് റേറ്റിംഗ് കുറഞ്ഞത് 2450 ആയിരിക്കണം. കുറഞ്ഞത് 9 ഗെയിമുകൾ കളിക്കണം. അവയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരും അവർക്ക് FM അല്ലെങ്കിൽ IM അല്ലെങ്കിൽ GM മുതലായ ടൈറ്റിലുള്ള കളിക്കാരും ഉണ്ടായിരിക്കണം. ടൈറ്റിലുള്ള 3 കളിക്കാരെ എങ്കിലും നേരിടണം. ഈ മത്സരത്തിൽ 9 കളികളിൽ 5 മുതൽ 6.5 പോയിന്റ് വരെ കരസ്ഥമാക്കിയിരിക്കണം. IM ടൈറ്റിൽ നേടണമെങ്കിൽ ഇതുപോലുള്ള 3 IM നോംസ് നേടിയിരിക്കണം. ഓർക്കുക, ഒരു കളി ജയിക്കുമ്പോൾ 1 പോയിന്റും സമനില ആണ് ലഭിക്കുന്നതെങ്കിൽ 1/2 പോയിന്റും നേരെ മറിച്ച് തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ 0 പോയിന്റും ലഭിക്കുന്നു. ഇനി ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ GM നോം നേടാനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫിഡെ അംഗീകരിച്ച ടൂർണമെന്റിൽ കുറഞ്ഞത് 3 വ്യത്യസ്ത രാജ്യങ്ങളിലെ എതിരാളികളോട് കളിച്ച് അതിൽ 3 GM നോം ഉള്ള എതിരാളികളെ നേരിടേണ്ടതാണ്. കൂടാതെ ആ ടൂർണമെന്റിൽ 2600 മുകളിൽ ഉള്ള പ്രകടനം കാഴ്ചവെക്കേണ്ടതാണ്. ഇതുപോലത്തെ 3 GM നോംസ് അതോടൊപ്പം 2500 മുകളിൽ ഉള്ള റേറ്റിംഗ് പെർഫോമൻസ് ഉണ്ടായാൽ GM ടൈറ്റിൽ നേടാം. നിലവിൽ 2000-ലധികം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. വേൾഡ് ചെസ് ക്ലാസിക്കൽ ചാമ്പ്യൻഷിപ്പ് മാച്ചുകൾ 2 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്നു. ഇതിനെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് എന്നും വിളിക്കുന്നു. റാപ്പിഡ് ബ്ലിറ്റ്സ് ടൂർണമെന്റുകൾ വർഷത്തിൽ ഒരിക്കൽ നടത്തുന്നു. നിലവിലെ ക്ലാസിക്കൽ ചെസ് ചാമ്പ്യൻ മെൻ സെക്ഷനിൽ ദൊമരാജു ഗുഗേഷ്, വുമൻ സെക്ഷനിൽ ജു വെൻജുൻ. റാപ്പിഡ് ചെസ് ചാമ്പ്യൻ വോളോഡർ മുർസിൻ ആൻഡ് കൊനേരു ഹംപി. ബ്ലിറ്റ്സ് വിഭാഗത്തിൽ മാഗ്നസ് കാൾസനും ഇയാൻ നെപ്റ്റോംനാഷിയും കിരീടം പങ്കിട്ടു. ബ്ലിറ്റ്സ് വിമൺ വിഭാഗത്തിൽ ജു വെൻജുൻ കിരീട ജേതാവായി. ഇതിൽ ക്ലാസിക്കൽ ചെസ് ചാമ്പ്യൻഷിപ്പ് മാച്ചുകൾ വളരെ പ്രസിദ്ധമാണ്. ഓരോരോ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെയും ലക്ഷ്യം ഈ പദവി നേടുക എന്നതും അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നതുമാണ്. ഇതുവരെ ഈ പട്ടങ്ങൾ കരസ്ഥമാക്കിയ കളിക്കാരുടെ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. ചെസ് ഗെയിംസ് നൊട്ടേഷൻസ്. ചെസ് നൊട്ടേഷൻസ് എന്നത് കളിയുടെ നീക്കങ്ങൾ എഴുതി സൂക്ഷിക്കുന്നതിനുള്ള ഒരു രീതിയാണ്. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രീതി ആൽജിബ്രൈക് നൊട്ടേഷൻ ആണ്. ഇവ രേഖപ്പെടുത്തുന്നതിലൂടെ കളി വീണ്ടും പഠിക്കാനും മറ്റൊരാൾക്ക് കാണിക്കാനും പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താനും കഴിയും. ഇന്റർനാഷണൽ ഗെയിമുകളിൽ ചെസ് നൊട്ടേഷൻസ് രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സൈനികന്റെ നീക്കങ്ങൾ അവ നീങ്ങുന്ന കളങ്ങളുടെ സ്ഥാനത്തെ എഴുതി രേഖപ്പെടുത്തുന്നു. മറ്റു കരുക്കൾ യഥാക്രമം കിങ് K, ക്യൂൻ Q, റൂക്ക് R, ബിഷപ്പ് B, നൈറ്റ് N എന്നീ ലെറ്ററുകളാൽ രേഖപ്പെടുത്തുന്നു. ഒരു കരു എതിരാളിയുടെ കരുവിനെ വെട്ടിമാറ്റുമ്പോൾ X അല്ലെങ്കിൽ ക്രോസ് എന്ന ലെറ്റർ കൊണ്ട് രേഖപ്പെടുത്തുന്നു. കിങ് സൈഡ് കാസലിംഗ് 00 എന്നും ക്യൂൻ സൈഡ് കാസലിംഗ് 000 എന്നും രേഖപ്പെടുത്തുന്നു. ചെസ് ഗെയിംസിനെ ഓപ്പണിംഗ് ഗെയിംസ് ആരംഭഘട്ടം, മിഡിൽ ഗെയിംസ് മധ്യഘട്ടം, എൻഡ് ഗെയിം അവസാന ഘട്ടം എന്നീ 3 ഘട്ടങ്ങളായി തിരിക്കാറുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരംഭഘട്ടത്തിൽ ബോർഡിന്റെ മധ്യഭാഗം നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തപ്പെടുന്നു. ഇവിടെ ചില സ്റ്റാൻഡേർഡ് ഓപ്പണിംഗുകൾ എന്നറിയപ്പെടുന്ന ഓപ്പണിംഗുകൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് റൂയി ലോപ്പസ്, സിസിലിയൻ ഡിഫൻസ്, കിങ്സ് ഇന്ത്യൻ ഡിഫൻസ്, ക്യൂൻസ് ഗാംബിറ്റ് തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ്. മധ്യഘട്ടത്തിൽ ആക്രമണവും പ്രതിരോധവും പ്ലാൻ ചെയ്യപ്പെടുന്നു. നൈറ്റ്, ബിഷപ്പ്, റൂക്ക് എന്നിവ ഉപയോഗിച്ച് ആക്രമണം നടത്തപ്പെടുന്നു.
എതിരാളിയുടെ രാജാവിന്മേൽ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള ശ്രമം ഈ ഘട്ടത്തിലാണ് നടത്തപ്പെടുന്നത്. അവസാന ഘട്ടത്തിൽ രാജാവിനെ സജീവമാക്കുന്നു. പടയാളികളെ അവസാന റാങ്കിൽ കൊണ്ടുപോയി പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തപ്പെടുന്നു. ചെക്ക്മേറ്റ് നൽകാനുള്ള പ്ലാനും തയ്യാറാക്കുന്നു. ഇന്ത്യൻ ചെസ്സിലേക്ക് വരുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത അതുല്യ പ്രതിഭയാണ് വിശ്വനാഥൻ ആനന്ദ്. അദ്ദേഹം 5 തവണ വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ആളാണ്. കൂടാതെ 2 തവണ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യനും 1 തവണ വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യനും ആയ ആളാണ്. അദ്ദേഹം 1988-ൽ ഗ്രാൻഡ് മാസ്റ്റർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ ഇന്ത്യയിലെ ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ പ്രഗത്ഭരായവരിൽ ചിലരെ ഇവിടെ കൊടുക്കാം. അതിൽ പ്രജ്ഞാനന്ദ, അർജുൻ അരിഗേസി, വിദിത് ഗുജറാത്തി, നിഹാൽ സെരിൻ, കുനേർ ഹംപി, വൈശാലി, ദിവ്യ ദേശ്മുഖ്, ഹരിക എന്നിവരാണ്. ഇതിൽ നിഹാൽ സരിൻ ഒരു മലയാളി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ബ്ലിറ്റ്സ് ചെസ്സിലെ വൈഭവം എടുത്തു പറയേണ്ടതാണ്. ഇവരെല്ലാവരും കൂടി ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് ശോഭനമായ ഒരു ഭാവി കൂടിയാണ്.